ഹലോ, നമസ്കാരം. പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ആനിവേഴ്സറി ആണെന്ന്. പിന്നെ തേജുവിന് പിന്നെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്നത് ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങളതങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ ആക്കിയതാണ്. ആനിവേഴ്സറി നാളെയാണ്. ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് തലേന്നാണ്. ഇതിപ്പോൾ കട്ട് ചെയ്യാൻ കാരണം ഞാനൊരു സർപ്രൈസായിട്ട് എടുത്തു വെച്ചൊരു കാര്യം പൊളിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങളങ്ങനെ പൊതുവെ ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും സർപ്രൈസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് ഇന്നൊരാഗ്രഹം, ഒരു കേക്ക് സർപ്രൈസായിട്ട് കട്ട് ചെയ്താലോ എന്ന്. പക്ഷേ ആഗ്രഹം അതേപോലെ അങ്ങ് വെള്ളത്തിലായിപ്പോയി. ഞാനങ്ങനെ ആരോടും പറയാണ്ട് സുദീപേട്ടനും അറിയാണ്ട് ഒരു കേക്ക് വാങ്ങിച്ചു. അത് കൊണ്ടുവന്നിട്ട് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. സാധാരണ കേക്കാരും ഫ്രീസറിൽ വെക്കില്ലല്ലോ. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ താഴത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി അതിബുദ്ധി ഉപയോഗിച്ച് ഞാനത് ഫ്രീസറിൽ വെച്ചു. ഫ്രീസറിൻ്റെ ഉള്ളിൽ കേക്ക് വെച്ചിട്ട് കേക്കിൻ്റെ എന്തായാലും ആ ബോക്സോട് കൂടി തന്നെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രമൊക്കെ വെച്ച്, പിന്നെ മുന്നിൽ ഞാൻ ഫ്രീസറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുന്നിൽ ഇങ്ങനെ വെച്ച് പെട്ടെന്ന് ഒരാൾ കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ കേക്ക് ഉണ്ടാവരുതെന്ന് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സുദീപേട്ടൻ ഒരാവശ്യവും ഇല്ലാണ്ട് പോയിട്ട് ഫ്രീസർ തുറന്നു. അല്ലെങ്കിൽ ഫ്രീസർ തുറക്കേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം വേണമല്ലോ, അതുപോലും ഇല്ല. വെറുതെ തമാശയ്ക്കൊന്ന് തുറന്നതാ. തുറന്നു കഴിഞ്ഞിട്ട് എന്നോട് ഇതെന്താ അതിൻ്റെ ഉള്ളിൽ കേക്ക്. ഞാനാകെ പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നായിപ്പോയി. കാരണം ഇതെത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല, പക്ഷേ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് ഒരു കാര്യം കൊണ്ടുവച്ച് അത് നമ്മളായിട്ട് തന്നെ എടുത്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അവരായിട്ട് കണ്ടുപിടിച്ച് അത് കൊളായി പോകുന്ന ഒരു മാനസികാവസ്ഥയും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ടല്ലോ. എനിക്കിപ്പോൾ സങ്കടമാണോ ദേഷ്യമാണോ എന്താ ഉണ്ടായെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും അത് ആ പരിപാടി അതോടെ അങ്ങോട്ട് ഫ്ലോപ്പായിപ്പോയി. പിന്നെ അത് കുഞ്ഞു കണ്ടു, അപ്പം തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഏത് സമയത്ത് കട്ട് ചെയ്താലും മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാനും. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ ആ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് എത്തിയത്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ അടിപൊളിയായി. പക്ഷെ അത് കുറച്ച് നേരം ഫ്രീസറിൽ തന്നെ ആയതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒന്ന് ഹാർഡായി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. രാവിലെ മഴയില്ലെങ്കിൽ അമ്പലത്തിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത്ര നേരം മഴയൊന്നുമില്ല. ഇന്നൊരു മഴയില്ലാത്ത ദിവസം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പം അറിയില്ല. കുഞ്ഞുവിന് പോകാനുള്ളതുകൊണ്ട് ഫുഡൊക്കെ പിന്നെ നേരത്തെ ആക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ കൂട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞിനോട് പറയുന്നില്ല രാവിലെ അമ്പലത്തിൽ പോകുന്ന കാര്യം. ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് അതൊരു വിഷമമായിരിക്കും. അപ്പോൾ പിന്നെ വെറുതെ രാവിലെ സ്കൂളിൽ പോകുന്ന മൂടങ്ങ് കളയണ്ടല്ലോ. ഇന്നലെ അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ രാവിലെ വേഗം ഗോതമ്പ് ദോശയും ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി. ആദ്യം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞുനും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ എന്തായാലും ഗോതമ്പ് ദോശ പിന്നെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് തേജുവിന് എപ്പോഴും ഉള്ളൊരു പണിയാണ്. ഈ മിക്സിൻ്റെ നോബ് ഇങ്ങനെ തിരിച്ചു വെക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വെറുതെ അതങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പം ഞാൻ എപ്പോഴും ഇത് മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് എന്നും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ കുഞ്ഞിനോട് എന്തോ വർത്തമാനം പറയുന്ന തിരക്കിൽ അതങ്ങ് വിട്ടുപോയി. ഞാൻ ഇവിടെ അമ്മേനോടും പറയലുണ്ട് മിക്സി ഓൺ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, തേജു ഇങ്ങനെ തിരിച്ചു വെക്കാറുണ്ടെന്ന്. ഇത് തിരക്കിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കൂല. അങ്ങനെ കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സും റെഡിയാക്കി. ഗോതമ്പ് ദോശ ഉള്ളിയും ചമ്മന്തി തന്നെയാണ് കൊടുത്തു വിടുന്നത്. ചോറ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ പിന്നെ ഒന്നും തിന്നാണ്ടിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണല്ലോ. പിന്നെ രാവിലത്തെ ഭക്ഷണം വെച്ചാൽ ഇത്ര മോശമുള്ള ഭക്ഷണമൊന്നുമല്ലല്ലോ. ഇഡ്ഡലിയും ദോശയും പുട്ടും ഇതൊക്കെ തന്നെയല്ലേ, അരിയാഹാരം തന്നെയാണ്. പക്ഷേ എന്താ വെച്ചാൽ ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പച്ചക്കറി എന്തെങ്കിലും കഴിക്കും. ഉപ്പേരി ആണെങ്കിലും കറി ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. ഇത് പിന്നെ രാവിലത്തെ പലഹാരത്തിൻ്റെ കൂടെ ഒന്നില്ലേ ചമ്മന്തി അല്ലെങ്കിൽ അതിന് വെച്ച് എന്തെങ്കിലും ഒരു കറി അങ്ങനെയല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണൊരു പ്രശ്നം, തീരെ പച്ചക്കറി കഴിക്കില്ല. വീട്ടിൽ നിന്ന് പിന്നെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കാമെന്ന് വയ്ക്കാം. പിന്നെ സ്കൂളിൽ കൊടുത്തു വിട്ടിട്ട് അത് കഴിക്കാതെ വന്ന ഒരു വിഷമമാണ്. കാരണം രാവിലെ എങ്ങാനും പോകുന്നതല്ലേ, തീരെ ഒന്നും രാവിലെ ഇല്ല ഉച്ചയ്ക്കും ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ ആകുമ്പോഴത്തേക്കും ക്ഷീണമായി പോവുമല്ലോ. അതുകൊണ്ട് പിന്നെ പലഹാരം തന്നെ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും ഉച്ചയ്ക്കും. അങ്ങനെ കുഞ്ഞു റെഡിയായി സ്കൂളിലേക്ക് പോയി. ഇനി ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അപ്പോഴേക്കും ബാക്കിയുള്ള പണികളും കൂടെ വേഗം തീർത്തിട്ട് വേണം പോവാൻ. അരി കഴുകി അടുപ്പത്തിട്ടു. ഇത്തവണ കൊണ്ടുവന്ന മട്ട അരി അധികം തവിട് കളയാത്ത അരിയാണ്. അത് കുറച്ചും കൂടെ ഇങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ടാവും. ചോറ് വയ്ക്കുമ്പോഴും പഴയ അരി പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ കളർ കൂടുതലായിരിക്കും. ഒട്ടും തവിട് കളയാതെ ഒരിക്കൽ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല കറുത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്താ വെച്ചാൽ അത്ര അങ്ങോട്ട് കഴിക്കാൻ സുഖമില്ല. കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല അത് കഴിക്കാൻ. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ തവിട് കുറച്ച് അരി എടുക്കാൻ തുടങ്ങിയത്. ഇത്തവണത്തേലാണ് പിന്നെയും കുറച്ചും കൂടെ തവിട് കൂടിയത്.
തവിട് കൂടുതലുള്ള അരിയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കേൾക്കാം. പക്ഷേ കൂടുതൽ തവിടായാലും നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു മിനിമം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചതുരപ്പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചതുരപ്പയർ എന്ന് തന്നെയാണ് തോന്നുന്നു അതിന് പറയുക. ഒരു കത്തീൻ്റെ ഷേപ്പിലുള്ള നീളത്തിലുള്ള ഒരു പയറാണ്. ചതുരപ്പയർ തന്നെ ആയിരിക്കില്ലേ. എന്തായാലും ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ കയറി ഉപ്പും ഇട്ട് ആവിയിൽ വേവിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഇട്ടിച്ച് കറിവേപ്പില എടുത്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അങ്ങനെ പണികളൊക്കെ ഒരുവിധം തീർത്ത് ഞങ്ങൾ വേഗം കുളിച്ച് റെഡിയായിട്ട് നേരെ അമ്പലത്തിലേക്ക് എത്തി. ഇപ്പോൾ കുഞ്ഞുവിന് രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ടാണ് എനിക്ക് രാവിലെ അമ്പലത്തിൽ വരാൻ പറ്റിയത്. കഴിഞ്ഞ തവണയൊക്കെ കുഞ്ഞു പോകുമ്പോൾ 8-9 മണിയാവും. പിന്നെ സുധീപേട്ടനാണല്ലോ കൊണ്ടുവിടുകയും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ വരാൻ പറ്റാറില്ല. എന്തെങ്കിലും ഇങ്ങനെ വിശേഷപ്പെട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾ വൈകുന്നേരം പിന്നെ അമ്പലത്തിൽ വരിക. ലീവുള്ള ദിവസങ്ങളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, രാവിലെ തന്നെ വരാം അമ്പലത്തിൽ. ഞങ്ങൾ തൊഴുതിറങ്ങിയതും മഴ ചെറുതായിട്ട് ചാരി തുടങ്ങി. എന്തോ ഭാഗ്യത്തിനും തൊഴുത് കഴിയുന്നവരെ മഴ പെയ്തില്ല. രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലേക്ക് വരില്ലായിരുന്നു. തേജുവിനെയും കൊണ്ട് വന്ന് മഴയത്ത് വന്ന് പ്രാർത്ഥിക്കുക ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. മഴ ശക്തിയാവുന്നതിന് മുമ്പ് ഞങ്ങൾ പിന്നെ വേഗം വീട്ടിലെത്തി. വന്നതും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി തേജുവിനും കൂടി കൊടുത്തിട്ട് വേണം അംഗൻവാടി കൊണ്ടാക്കാൻ. ഞങ്ങൾ വീട്ടിലെത്തിയതും നല്ല മഴയായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ എത്തുമായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ അമ്പലത്തിലെത്തിയ സമയത്ത് അവിടെ പൂജ നടക്കുക. അപ്പോൾ നട അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ സമയം എടുത്തു നട തുറക്കാൻ വേണ്ടിയിട്ട്. അതാ ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഞങ്ങൾ എത്തുമായിരുന്നു. എന്തായാലും മഴയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടെത്തി. ബാഗൊന്നും വേണ്ട, അത്ര ബാഗ് വേണ്ട പറഞ്ഞപ്പോൾ ചേച്ചി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തേജുവിനെ വേഗം അംഗൻവാടി കൊണ്ടാക്കി. ഇന്ന് ഞാൻ തേജുവിൻ്റെ ബാഗൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് വയനാട്ടിൽ പോവാണ്. അപ്പോൾ തേജുവിനെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടി നേരെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വെറുതെ ബാഗൊന്നും എടുത്ത് കൊണ്ടുണ്ടല്ലോ. ഇന്നലെ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ മറന്നുപോയി. ആകെ 2 ദിവസം നിൽക്കാനാണ് പോകുന്നത്. എന്നാലും 1-2 ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണമല്ലോ. ഇത്തവണ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കലാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒറ്റൊരു ബാഗിലാക്കി തന്നെ എടുക്കുന്നുള്ളൂ ഡ്രസ്സ്. എവിടെയും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബാഗിലെ ഡ്രസ്സ് ഇതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയും ചെയ്യും. എന്നാലും പോകുമ്പോൾ ഇങ്ങനെ 2-3 ഡ്രസ്സ് എടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടാ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനി പോകുന്ന വഴിക്ക് തേജുവിനെയും കൂട്ടണം, കുഞ്ഞിനും സ്കൂളിൽ പോയി കൂട്ടണം. എന്നിട്ട് വേണം നേരെ പോവാൻ. വണ്ടി വരെ നോക്കണേ. ആദ്യം തേജുവിനെ കൂട്ടി അംഗൻവാടിയിൽ നിന്ന്. ഇപ്പം മഴയായതുകൊണ്ട് അവിടെ ഫുൾ ചളിയാണ്. അപ്പോൾ ചെരുപ്പിലൊക്കെ എപ്പോഴും ഇങ്ങനെ ചളിയായിട്ട് കിടക്കും. അപ്പോൾ ആദ്യം കാറ് കയറുമ്പോൾ ചെരുപ്പ് ഉരുടിയിരിക്കും. ഇല്ലെങ്കിൽ അതേപോലെ സീറ്റിൻ്റെ മുകളിൽ കയറി കിടന്ന് കളിക്കിയിരിക്കും. തേജുവിനിപ്പോൾ വൈകുന്നേരം വരെ അംഗൻവാടിയിൽ ഇരുത്തുന്നതുകൊണ്ട് ഇടയ്ക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഉറങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ പ്രീതേച്ചിനോട് പറഞ്ഞു ഉറക്കണ്ട ഉച്ചയ്ക്ക് എന്നുള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നവരെ കാറിന്ന് ഫുള്ള് കളിയായിരിക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കാറിന്ന് കുറച്ച് നേരം അവൻ ഉറങ്ങിക്കോളും. അംഗൻവാടിയിൽ നിന്നാകുമ്പോൾ ആ ഒരു പൂച്ചുറക്കം ഉറങ്ങി വേഗം എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ കാറിന്നാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ഉറങ്ങിക്കോളുമല്ലോ. എന്തൊക്കെയാ പഠിച്ചാ പറയുന്നത് അംഗൻവാടിയിൽ? കളിച്ചോ? എന്താ കളിച്ചേ? തേജുവിന് സ്ലേറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. സ്ലേറ്റ് വേണോ? അംഗൻവാടിയിലേക്ക് ബുക്ക് വേണം, സ്ലേറ്റ് വേണം, പെൻസില് വേണം. വേണോ? ഓക്കെ, നമുക്ക് വാങ്ങിച്ചിട്ട് പോവാട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ കുഞ്ഞുൻ്റെ സ്കൂളിലെത്തി. കുഞ്ഞുനൊരു 12:30-1 മണിക്ക് കൂട്ടണമെന്നാണ് വിചാരിച്ചത്, അവരെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 1:30 കഴിഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞിന് ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലാണ് പിന്നെ ഞങ്ങൾ പോയിട്ട് വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഉച്ചയ്ക്ക് കൂട്ടിയിട്ട് വന്നത്. വൈകുന്നേരം വന്നാൽ പോരായിരുന്നില്ലേ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നോളുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. തേജു എവിടെ? ഇപ്പോൾ കുഞ്ഞിനെ കൂട്ടാൻ എളുപ്പമായി. ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളും വരുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടി നേരെ അങ്ങനെ പോയാൽ മതി.
കുന്നമംഗലം തൊട്ട് ഇങ്ങോട്ട് നല്ല മഴയായിരുന്നു. ഇങ്ങനെ ഇടവിട്ട് തന്നെ പെയ്തുകൊണ്ടിരിക്കുക. ആ പെയ്യുന്ന മഴയാണെങ്കിൽ നല്ല അടിപൊളി മഴയായിരുന്നു. ചുരത്തിലും ഉണ്ടായിരുന്നു കേട്ടോ മഴ. പിന്നെ ചുരത്തിലിപ്പോൾ പണി നടക്കുകയാണല്ലോ, റോഡിൻ്റെ വീതി കൂട്ടുന്നുണ്ട്. അവിടെയും കുറേ മണ്ണെടുത്തിട്ടും മണ്ണ് കുറേ റോഡിലേക്ക് തട്ടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതുമല്ല ചുരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞ് വീണിട്ടൊക്കെ ഉണ്ട്. ശരിക്കും മഴക്കാലത്ത് ചുരത്തിൽ കൂടെ പോകുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി ബ്ലോക്കും കൂടെ കിട്ടിയാൽ പറയും വേണ്ട. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയതൊരു ഉച്ച സമയം ആയതുകൊണ്ട് ഇപ്പം അത്ര ബ്ലോക്കില്ല. ഞങ്ങൾ വേഗം ചുരം കയറാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ വയനാട്ടിലേക്ക് പോകുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചുരത്തിൽ ഒരു വണ്ടി ഇല്ലാതെ കാണുന്നത്. അന്ന് ടൂറിസ്റ്റുകളൊന്നും വയനാട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഫുൾ നിയന്ത്രണമായിരുന്നല്ലോ. ആവശ്യമില്ലാണ്ട് ആരും വയനാട്ടിലേക്ക് വരരുത്. അന്ന് ലോറിയൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. ലോറിയൊക്കെ ഈ ചുരത്തിൽ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ബസ്സൊന്നും ഉണ്ടായിരുന്നു. പിന്നെ അതല്ല ആംബുലൻസ് അപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആംബുലൻസ് പോകാൻ വേണ്ടിയിട്ട് ചുരം ഫുൾ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചുരം കയറി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കയറുമ്പോൾ വിചാരിച്ചിരുന്നു കോടയൊക്കെ ഉണ്ടാവുന്നു, കാരണം അങ്ങനത്തെ മഴയായിരുന്നു താഴത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും കോട ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ കോടയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ അധികം കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചുരം കയറിക്കഴിഞ്ഞ് ലക്കിടി എത്തിക്കഴിഞ്ഞാലാണ് ചായ കുടിക്കാൻ നിർത്തുക. അവിടുത്തെ ആ ഒരു ചായക്കടയിലാണ് എപ്പോഴും ഞങ്ങൾ നിർത്താറ്. അവിടുന്ന് ഞങ്ങളങ്ങനെ ചായയും പരിപ്പുവടയും ഉള്ളിവടയൊക്കെ കഴിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. ഇങ്ങോട്ടേക്ക് വരുന്തോറും മഴ തീരെ ഇല്ല. റോഡൊക്കെ ഉണ്ട് ഉണങ്ങിക്കിടക്കുന്നു. മഴ ശരിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെയാണ് തോന്നുന്നു കൂടുതൽ. തേജ് കോഴിക്കോട് നിന്ന് വരുമ്പോഴേ ഒരു ചെറിയ കടുവേനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സാധനമാണ്. അത് ഇവിടം വരെ സൂക്ഷിച്ചു വെച്ചു. കറക്റ്റ് വീട്ടിലേക്ക് എത്താനായപ്പം ഈ വഴിയിൽ എവിടെയോ വെച്ചത് വീണുപോയി. എവിടെയാന്ന് കറക്റ്റ് അറിയില്ല. കുറെ ഇങ്ങോട്ട് എത്തിയിട്ടാണ് കടുവ പോയി എന്ന് അവൻ പറയുന്നത്. കരിമ്പുലിയോ? ഇപ്പൊ ഇവിടുന്ന് എവിടുന്നാ കരിമ്പുലി കിട്ടുക? അമ്മമ്മേനോട് പറയാം, വാങ്ങിച്ചേരാട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ തവണ അമ്മേൻ്റെ കൂടെ കൽപ്പറ്റ പോയിട്ട് വാങ്ങിച്ചതാ. ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. പിന്നെ ഇപ്പം അമ്മമ്മേനോട് എന്നെ പറഞ്ഞ് വീണ്ടും വാങ്ങിക്കേണ്ടി വരും. തേജു ഇങ്ങനെ ചെറിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കും. ഇത്രയും കാലം കടുവയായിരുന്നു, അല്ലെങ്കിൽ ചെറിയ ജീപ്പോ കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് കയ്യിൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നിപ്പോൾ വീട്ടിൽ കൊളോത്തമ്മ ഉണ്ടാവും. സാധാരണ ഞങ്ങൾ വരുമ്പോൾ കൊളോത്തമ്മ ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പോയി കൂട്ടും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഓട്ടോ വിളിച്ച് വരും. അങ്ങനെ വരാറ്. ഇന്നിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ വീട്ടിലുണ്ട്. കഴിഞ്ഞ തവണ ഈ ഓടയൊക്കെ ഫുള്ള് റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു. കാറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ കാറിലേക്കൊക്കെ തട്ടും. ഇത്തവണ അത് ചെട്ടിയും ഫുള്ള് ഒക്കെ വെട്ടി വൃത്തിയാക്കി അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തേടാ പോരിയുടെ കൊട്ട് മൂപ്പര് നേരത്തേക്ക് പോയി. വിളിച്ചിരിക്കുന്നേ വന്ന വിളി. ഞങ്ങൾ വിളിക്കാത്തോണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന. തേജുവിന്റെ കയ്യിലൊരു കടുവ ഉണ്ടായിരുന്നു. അത് തേജുവിന്റെ കയ്യില്. അതിപ്പോ വരുന്ന വഴിക്ക് കാർന്ന് വീണുപോയി. എന്നിട്ട് അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു വരും. ഇതെന്താ സാധനം? ഇത് ആനിമൽസാ? അമ്പടാ, അതന്നെ കിട്ടിയല്ലോ തേച്ചുകൊട്ടന്. മക്കൾ വരുമ്പോഴേക്കും അമ്മ എന്തെങ്കിലും ഇതുപോലെ ടോയ്സും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് എപ്പോഴും എടുത്തു വെക്കും. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നേരെ ആ റൂമിലേക്കാണ് പോവുക. എപ്പോഴും അമ്മ വെക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വന്ന് ആദ്യം അതാ എടുക്കുക. ഞങ്ങളെത്തിയപ്പം അമ്മ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അമ്മ അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മെമ്പർ ആയതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അമ്മേനെ കിട്ടപ്പോൾ വളരെ കുറവാണ്. നിലത്ത് വീണ് കിടക്കുന്ന അങ്ങടുത്തോ? അതാ കിൻഡർ ജോയ്. ഇതെന്തേ വേണ്ടേ? കിൻഡർ ജോയ് വേണ്ട. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വേഗം ചെല്ലുക അടുക്കളയിലേക്കാണ്, എന്തൊക്കെ കറികളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ കറികളൊക്കെ കൂട്ടിയിട്ട് ആദ്യം കുറച്ച് ചോറ് കഴിക്കും, അതേത് സമയത്താണെങ്കിലും. പക്ഷെ ഇന്ന് കഴിച്ചില്ല. വെറുതെ ഇങ്ങനെ കഴിച്ച് തടി കൂട്ടണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പം അതവിടെ അങ്ങനെ തന്നെ വെച്ചു.
തേജുവിൻ്റെ കുറച്ച് ടോയ്സ് ഉണ്ട്. അത് അധികം വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ തന്നെയാണ്, ഒക്കെ പൊട്ടി പാളീസായത്. അമ്മ അതെല്ലാം കൂടി ഒരു കവറിൽ കെട്ടി വീടിൻ്റെ ബാക്കിൽ കൊണ്ടുവച്ചതാ. തേജ് വന്നാൽ ആദ്യം അത് പോയി എടുത്തിട്ട് വരും. അവിടെ നിന്ന് ഒറ്റയ്ക്ക് എടുക്കും. അപ്പോൾ പിന്നെ ചെട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്ത് അവിടെ നിന്ന് എടുത്തു കൊടുത്ത് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ മുട്ടാനുള്ള പരിപാടിയാണ്. ധാരാ ചെട്ടി എടുത്തു കൊടുത്തേ? ആരാ എടുത്തു കൊടുത്തേ? ആരാ ചട്ടി എടുത്തു കൊടുത്തേ? എടാ വലിച്ചിട, എല്ലാം കൂടി കൊട്ടിയിടല്ലേ തേജുക്കുട്ട, എടുത്തു വെക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് ചിലപ്പോൾ 1-2 സാധനം എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ കൊണ്ട് ഇങ്ങനെ കൊട്ടിയിട്ടാലേ സമാധാനം കിട്ടുള്ളൂ. ഇതിങ്ങനെ കൊട്ടിയിടാൻ നല്ല സുഖമാണ്, പക്ഷെ ഇത് എടുത്തു വെക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അതെ, പൊരിക്കൊക്കെ ആളുണ്ട് ഇവിടെ. ആരൊക്കെയാ വന്നത്? എന്റെ അമ്മേ, തലമാന്തി ചൊറിയും ഇല്ല ഇല്ല ഇല്ല. നല്ല തേച്ചു കുഞ്ഞെടുപ്പോയി തേച്ചു. കുഞ്ഞെടെ കുഞ്ഞു ഉറങ്ങി ആണ്. സിംഹം അല്ലായിരുന്നതില് ചുവപ്പ് സിംഹം. കുഞ്ഞെടേന്ന് കുഞ്ഞു ചെട്ടിന്റെ കൂടെ എവിടെ ബാക്കിലുണ്ടെന്ന് എന്താക്കുക കളിക്കുക കണ്ട് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു വന്നത്. കുഞ്ഞ് മോൻ പോയിട്ട് പറ, കുഞ്ഞിനോട് ഒരു അമ്മമ്മ വന്നു പോയി പറ. അത് ഞാൻ ചോദിച്ചു. ഇതൊക്കെ ആരാണ്? ഇതിപ്പോ ട്യൂഷൻ ഒന്നുമില്ല. എന്താ വേഗം തോളതാ? ആ, അവള് ട്യൂഷൻ ഉണ്ടോന്ന് വേഗമായിരുന്നു വന്നത്. കുഞ്ഞി തേജ് ഇതുണ്ട്. ഇവക്ക് കിണ്ടർ ജോയ് ഒന്നും വേണ്ട. ഇല്ല മോനെ, അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. ഇതെവിടുന്ന? ഓളിപ്പോ അതൊന്നും തിന്നില്ല പോലും. ആണോ? കിണ്ടർ ജോയും തിന്നില്ല? അയ്യോ, ഇവനെ എടുക്ക്. കുഞ്ഞെടുക്കൂ. വണ്ടതാ അവിടെ, വണ്ട്. ഇതൊക്കെ എടുക്കണ്ടേ നമ്മളെ സാധനമൊക്കെ? പൊറാട്ട ഉണ്ട്. അച്ഛൻ അമ്മേനെ കൂട്ടാൻ പോകുമ്പോൾ പൊറോട്ട വാങ്ങി വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അച്ഛൻ വാങ്ങാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ പോയി പൊറോട്ടയും വാങ്ങി വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വിശേഷം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ, താങ്ക് യു. അമ്മ കഴിച്ചോ? അമ്മ